എല്ലാ ബീച്ചിലും പോയി. കോഴിക്കോട് ബീച്ചിൽ മാത്രമാണ് പോകാനുള്ളത്. അത് പോവാതിരിക്കാനുള്ള കാരണം കോഴിക്കോട് ബീച്ചിലേക്ക് വേസ്റ്റ് വെള്ളം ഒഴുക്കി വിടുന്നതിനാൽ നമുക്ക് അവിടെ കുളിക്കാനും വെള്ളത്തിൽ കളിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടാണ് മറ്റുള്ള ബീച്ചിനെ ആശ്രയിച്ചത്. അപ്പൊ 2 വർഷത്തിന് ശേഷം, 2 വർഷം മുന്നാണ് നമ്മൾ പറഞ്ഞത്, 2 വർഷത്തിന് ശേഷം കോഴിക്കോട് ബീച്ചിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബീച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്, ഫുഡ് കോർട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട്. ഇനി അപ്പൊ അതൊന്ന് പോയി നോക്കുക, എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്, നമ്മളെ വേസ്റ്റ് വെള്ളത്തിന് എന്തെങ്കിലും പരിഹാരം അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് പോയി നോക്കാം. വരി പഴയ പോലെ കേട്ടോ, ബീച്ചാകെ മാറിപ്പോയിട്ടോ. ഒരുപാട് സൗകര്യങ്ങൾ കൂടിയ പോലെ തോന്നാം. ഇവിടെ ഹൗസ് ബോട്ട്, സ്പീഡ് ബോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല. അതിനുപയോഗിക്കുന്ന ജാക്കറ്റൊക്കെ അവിടെ കണ്ടിട്ടുണ്ട്. കടലിൽ കുറച്ച് അധികം ബോട്ടുകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ആ സംവിധാനം ഇവിടെ തുടങ്ങിയെന്നറിയില്ല. മുമ്പൊക്കെ കടലിൻ്റെ തിലമാല വരെ കച്ചവടക്കാരെ കൊണ്ട് ശല്യം. ഇപ്പോൾ അതൊക്കെ മാറി ഒരുപാട് സൗകര്യങ്ങൾ കൂടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫുഡ് കോർട്ടിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ നല്ല വൃത്തിയായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ ഒരു വൃത്തിയായിട്ട് ഇവിടെ കണ്ടിട്ടില്ല. ആ ഇരിക്കുന്നിടത്തൊക്കെ പണ്ട് കച്ചറയും കാര്യങ്ങളും വേസ്റ്റ് ബാസ്ക്കറ്റിലൊന്നും വേസ്റ്റ് ഇടാതെ അവിടെയും ഇവിടെയൊക്കെ വലിച്ചെറിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിന് മുമ്പൊക്കെ അതൊക്കെ മാറി ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ കടൻ്റെ മുന്നിലും വേസ്റ്റ് ബിന്നുകളുണ്ട്. പോരാത്തതിന് വലിയ ഇങ്ങനത്തെ വേസ്റ്റ് ബിന്ന് വേറെയുണ്ട്. ഇതൊന്നും പോരട്ടോ, വലിയൊരു എന്താ പറയുക, ഒരു കണ്ടെയ്നർ പോലത്തെ സാധനം പുറത്ത് വെച്ചാലുള്ളൂ ഈ വേസ്റ്റ് നിക്ഷേപിക്കാൻ ജനങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനങ്ങനെ ആ കടയിൽ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ച് നോക്കിയപ്പോൾ ഇവിടെയുണ്ട് ആൾക്കാർ വേസ്റ്റൊക്കെ നിക്ഷേപിച്ചിട്ടുണ്ട്. മക്കളെ അതിന് നിൽക്കണ്ട, ഇവിടെ മഫ്തിയിൽ പോലീസുകാരുണ്ട്. ഫോട്ടോ എടുത്ത് ആധാറൊക്കെ മേടിച്ച് നല്ല ഫൈൻ ഇട്ട് തരും കേട്ടോ. അപ്പോൾ അതിന് നിൽക്കണ്ട, മഫ്തിയിൽ നല്ല പോലീസുകാർ ഇവിടെ കറങ്ങുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ കുറച്ചങ്ങോട്ട് പോയപ്പോൾ ഈ ഇരിക്കുന്ന സ്ഥലങ്ങളുണ്ടാവും, ജനങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ഇവിടെ ഈ കോഴിക്കോട് നിന്ന് എഴുതിയ ഈ സ്കൈലൈൻ ബിൽഡേഴ്സിൻ്റെ ഒക്കെ ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ എത്തിയപ്പോൾ ഭയങ്കര മണം, പഴയ പോലെ തന്നെ മൂക്ക് പൊത്തൻ്റെ ഗതികേടിലേക്ക് എത്തിപ്പെട്ട്. അങ്ങനെ പതിവ് പോലെ നമ്മൾ എവിടെ നിന്നാണ് ഈ മണം എന്ന് നോക്കിയപ്പോൾ പഴയ പോലെ തന്നെ ഒരു മാറ്റമില്ല. ആ വേസ്റ്റ് കോഴിക്കോട് ജില്ലയിലെ ഈ ആശുപത്രിയിലും ഇതിലൊക്കെ വേസ്റ്റ് ആ കടലിലേക്ക് തന്നെയാണ് ഒഴുക്കി വിടുന്നത്. ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ ഒരു ഭരണകൂടത്തിനും സാധിച്ചില്ല എന്നുള്ളത് വേദനാജകരം തന്നെയാണ്. നോക്കി നിങ്ങൾ, വൈകുന്നേരമായി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ജനങ്ങൾ വെള്ളത്തിൽ കളിക്കും. ഈ വേസ്റ്റിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുനിന്നാണ് ജനങ്ങൾ വെള്ളത്തിൽ കളിക്കുന്നത്. ഒരുപാട് രോഗങ്ങൾ വിളിച്ചു വരുത്തുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കി. കുറ്റം പറയലട്ടോ, കുറ്റം പറയാന്ന് വിചാരിക്കരുത്. ആരും കുറ്റം പറയില്ല, ഒരു പാർട്ടിക്കാരും കുറ്റം പറയുന്നില്ല. ഇതിനൊരു പരിഹാരം, ഈ വേസ്റ്റ് കാലാകാലങ്ങളായിട്ട് ഇതിങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. ഇതിനൊരു പരിഹാരം നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. എത്ര മോശമാണ് നോക്കി. പുറത്തുനിന്ന് ഒരു വിദേശിയായ ഒരു മനുഷ്യൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ കണ്ട ആൾക്കാരെ നോക്കിയിട്ട് ചിരിക്കൂലേ, അല്ലെങ്കിൽ അവര് സങ്കടത്തോട് കൂടി ഇരിക്കില്ല. ഇത്രയും വൃത്തികെട്ട വെള്ളം, ഇത്രയും മനോഹരമായ ഒരു കടലിലേക്ക് അനേകായിരം ആളുകൾ ആ കടൽ തീരത്ത് നിന്ന് ആസ്വദിക്കുമ്പോൾ മൂക്ക് പൊത്തി പോകേണ്ട ഗതികേട്. വേസ്റ്റ് ഒഴുക്കി വിടുന്നതിന് തൊട്ടടുത്തുന്ന ആളുകൾ, കുട്ടികളൊക്കെ കളിക്കുന്ന പല രോഗങ്ങളും ക്ഷണിച്ചു വരുത്തും. നിങ്ങളോട് പറയട്ടെ, ഞാൻ എന്നോട് ഒരു സൗദി നേരിട്ട് പറഞ്ഞതാണ്.